സന്ദർഭം നോക്കാതെയുള്ള അവളുടെ അനാവശ്യമായ ആ ചിരി കണ്ടതും ഷാഫി ദേഷ്യം മറച്ചു വെക്കാതെ ചോദിച്ചു, അല്ല, ഞാനെന്തെങ്കിലും തമാശ പറഞ്ഞോ? നീ എന്തിനാണ് ചിരിച്ചത്? ഷാഫിയുടെ മുഖത്തേക്ക് നോക്കാതെ അവൾ ഉറക്കച്ചടവോടെ പറഞ്ഞു, എൻ്റെ വായ മൂടിക്കെട്ടാനുള്ള നിങ്ങളുടെ വീട്ടുകാരുടെ സിഹറോ മറ്റോ ആകും അല്ലേ ഇത്? അത് മനസ്സിലായെന്ന് അറിയിക്കാൻ ചിരിച്ചതാണ്. മറുപടികൾ ഓരോന്നായി തൻ്റെ സമനില തെറ്റിക്കുന്ന മനസ്സിലായി കൊണ്ട് തന്നെ അവൻ പറഞ്ഞു, നിൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ വിവാഹം കഴിഞ്ഞ അന്ന് രാത്രിയിൽ മറ്റുള്ളവരുടെ വായ മൂടിക്കെട്ടി ജീവിക്കുമെന്ന് കണ്ടു വളർന്നത് കൊണ്ടാണോ? അതോ നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ എൻ്റെ വീട്ടുകാർ സിഹറും മറ്റു മാരണങ്ങളുമായി ജീവിക്കുന്നവരാണെന്ന്? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാണ് നീ ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്തിനാണ് ചൂടാകുന്നത്? ഞാൻ നിന്നോട് സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെ ആയിരുന്നോ അല്ലേ? നല്ല രീതിയിൽ സംസാരിക്കാൻ വന്ന എൻ്റെ സംസാര രീതി മാറ്റിയത് ആരാണ്? അവൾ മിണ്ടിയില്ല. നിന്നോടാണ് ചോദിച്ചത്. എനിക്കറിയില്ല. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്ന് വെച്ച് എന്നെ ഭയപ്പെട്ട് ജീവിക്കണം, കാണുമ്പോൾ അകത്തേക്ക് ഓടണം, തലതാഴ്ത്തി സംസാരിക്കണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ വരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ നിൽക്കാതെ, എൻ്റെ മാനസികാവസ്ഥ അറിയാൻ നിൽക്കാതെ, എന്നെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരം എൻ്റെ ഭാര്യയിൽ നിന്നുണ്ടാവരുത്. അതെനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും എനിക്കും ഇഷ്ടമല്ല, അത്ര തന്നെ എന്നവൾ പറഞ്ഞതും ഷാഫിയുടെ സകല നിയന്ത്രണങ്ങളും കൈവിട്ടു. അതിന് ഞാൻ എന്താടി നിന്നോട് പറഞ്ഞത്? ഈ ദിക്റൊന്ന് ചൊല്ലണം എന്നോ? പറയടി, ഞാൻ എന്താണ് നിന്നെ പരിഹസിച്ചു പറഞ്ഞത്? ഈ ദിക്ർ ചൊല്ലുന്നത് എനിക്ക് വേണ്ടി മാത്രം ആണോ? എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ തലയിൽ വെച്ചങ്ങനെ ഓരോന്ന് ചൊല്ലാനൊന്നും പറ്റില്ല. പിന്നെ എന്നെ എടി എന്ന് വിളിക്കാനൊന്നും നിങ്ങൾക്ക് അവകാശമില്ല. എന്നാൽ എഴുന്നേൽക്ക്. എന്തിന്? എഴുന്നേൽക്കടി എന്ന് പറഞ്ഞ് കയ്യിലുള്ള ദിക്ർ എഴുതിയ കടലാസ് വലിച്ചെറിഞ്ഞ് വാതിൽ ശക്തിയായി തുറന്ന് ശബ്ദം പുറത്തേക്കെത്തിയതും അവൾ എഴുന്നേറ്റു. ഷാഫി വാതിൽ വലിയ ശബ്ദത്തോടെ വലിച്ചു തുറന്ന് മൊബൈൽ കയ്യിൽ കൊടുത്ത്, വിളിക്ക് നിൻ്റെ വാപ്പാക്ക്, ഇപ്പോൾ ഇറങ്ങണം ഇവിടുന്ന്. എനിക്ക് നിന്നെപ്പോലെ ഒരു പെണ്ണിന് ആവശ്യമില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ വീട്ടിലുള്ളവർ മുഴുവൻ അങ്ങോട്ടേക്ക് വന്നതും കാര്യങ്ങൾ ഷാഫിയുടെ കയ്യിൽ നിന്നും പോകുന്ന സംഭവങ്ങളാണ് പിന്നീട് നടന്നത്.